നമ്മൾ ബൈക്കിൽ അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വാഹന പരിശോധനയ്ക്കായി പോലീസോ വെഹിക്കിൾ ഇൻസ്പെക്ടറോ കൈ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി ഉണ്ടാവും. ബുക്കും പേപ്പറും എടുത്തോ എന്നൊക്കെ പേടിച്ചായിരിക്കും വണ്ടി നിർത്തുന്നത്. ചിലപ്പോൾ അത്യാവശ്യമായി എവിടെയെങ്കിലുമാണ് പോകുന്നതെങ്കിൽ ഇവ എടുത്തെന്ന് വരില്ല. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഷനും ഇനി വേണ്ട. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ ഫോൺ കൊണ്ടുപോകും. അപ്പോൾ ഫോണിനകത്ത് RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ ഇൻഷുറൻസ് കാലാവധി, ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പറഞ്ഞു വരുന്നത് ഇവയൊക്കെ ഫോണിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുന്നതല്ല. അങ്ങനെ പോലീസിനെ കാണിച്ചാൽ തീർച്ചയായിട്ടും പൈസ കൊടുക്കേണ്ടി വരും. എന്നാൽ ഭാരത സർക്കാർ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി കൊണ്ടുവന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ അതിൽ വെർച്വലായിട്ട് RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും മറ്റു രേഖകളും എല്ലാം സൂക്ഷിക്കാൻ സാധിക്കും. ഇവ പരിശോധിക്കുമ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടറും പോലീസും ഇത് അംഗീകരിക്കുകയും ചെയ്യും. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിൽ ഉള്ള പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ സെർച്ചിൽ Mparivahan എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെർച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കാണാം. അവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് നമുക്കൊരു ഗ്രീൻ ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഏറ്റവും താഴെ ഓപ്പൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഫസ്റ്റ് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമുക്കവിടെ കാണാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണുള്ളത് എന്നാണ്. നമ്മളതിനെ സ്ലൈഡ് ചെയ്ത് വിരലുകൊണ്ട് ഇങ്ങനെ നീക്കുക. അവസാനം നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരും. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദിയാണുള്ളത്. നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അവിടെ ഓക്കെ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടേതായ രീതിയിലൊരു അക്കൗണ്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും എല്ലാം നമ്മൾ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നതും പോലീസ് അല്ലെങ്കിൽ ആവശ്യക്കാർ നമ്മുടെ മതിയായ രേഖ കാണിക്കാൻ പറയുമ്പോൾ അത് കാണിക്കാൻ പോകുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് സൈഡായിട്ട് 3 വര കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നമ്മൾ നേരത്തെ ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടനാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നതെങ്കിൽ ഈ സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ നോക്കാം നമ്മളിവിടെ സൈനപ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ നമുക്കവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആധാറിലൊക്കെ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ യുവർ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ്. സാധാരണ ആരും ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. നമുക്ക് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അടിച്ചതിന് ശേഷം സൈനപ്പ് എന്ന് പറഞ്ഞ മുകളിൽ വരും. ഇവിടെ നമുക്ക് യുവർ ഫോൺ നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിന് ഏറ്റവും താഴെയായിട്ടൊരു ചെറിയ ബോക്സ് ഉണ്ട്. അതിലൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ഒന്ന് ടച്ച് കൊടുക്കുമ്പോൾ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഈ ഇപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വരും. അതിലൊരു OTP ഉണ്ടാവും. ആ OTP ഒരു 6 അക്ക OTP ആണ്. ഈ 1 ടൈം പാസ്വേഡ് നമ്മൾ അതേപോലെ എടുത്ത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ് താഴെ കാണുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഈ ആപ്ലിക്കേഷനിൽ വെരിഫൈ ആവുന്നതാണ്. കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞ് കാണാം. അവിടെ അതിന് താഴെയായിട്ട് യുവർ നെയിം എന്നുള്ളിടത്ത് നമ്മുടെ സ്വന്തം പേര്, അതായത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഉള്ള പേര് നമ്മൾ എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേരൂടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് താഴെ
ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി അവിടെ 3 വര ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ പേരും നമ്മുടെ മൊബൈൽ നമ്പറും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പേരിൽ ഈ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തു. ഇനി വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ കാണാം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനിലായിരിക്കും ഇവിടെ കാണുന്നത്. ഇവിടെ ഒന്നുമില്ല, വെൽക്കം ടു. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഇതിനകത്തേക്ക് ഡിജിറ്റലായിട്ട് വെർച്വലായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എങ്ങനെ ഇതിനകത്ത് ആഡ് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ മുകളിൽ ഞാൻ കാണിക്കുന്നു DL എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ഡാഷ്ബോർഡിൽ DL, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം DL എന്ന് പറയുന്നത് മുകളിൽ 3 കാണിട്ടുണ്ട്. ഡാഷ്ബോർഡ്, RC ഡാഷ്ബോർഡ്, DL ഡാഷ്ബോർഡ്. അതിന് DL ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളല്ലെങ്കിൽ നേരിട്ട് DL ഡാഷ്ബോർഡിലേക്ക് വന്നതിന് ശേഷം നമുക്കവിടെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ, അതായത് നമ്മുടെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു നമ്പർ ഉണ്ടാവും. ഈ നമ്പർ തെറ്റാതെ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് എ വെർച്വൽ DL, അതായത് നമ്മുടെ വെർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ നമുക്ക് മുകളിൽ സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അവിടെ ഓക്കെ എന്ന് പറയുന്നതിലൊന്ന് വിരലോട്ട് ടച്ച് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ കാണാൻ സാധിക്കും. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ കാണുന്നത്. നമ്മുടെ പേര്, ക്ലാസ്, അതായത് എന്തൊക്കെയാണ് കാറ്, ബൈക്ക് എന്നിവയാണോ, ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ലൈസൻസ് വാലിഡിറ്റി, എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. വളരെ സിമ്പിളാണ്. അതിനെ നമുക്ക് താഴെ ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ DL ഉള്ളത് എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ആഡ് ചെയ്യാൻ ഒരു വെരിഫൈ ചെയ്യണം, അതായത് ഇത് നമ്മുടെ തന്നെ ലൈസൻസ് ആണ് എന്ന് തെളിയിക്കുന്നതിന്. അതിനിവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ പ്ലീസ് എൻ്റർ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ആ കലണ്ടറിൻ്റെ സിമ്പിളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വർഷം സെലക്ട് ചെയ്യാം. നമ്മുടെ ജനിച്ച വർഷം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മാസം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡേറ്റ്, ദിവസം സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ വെരിഫൈ എന്ന് പറഞ്ഞ് കാണാം ഒരു ബ്ലൂ ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാണാം ഗോ ടു ഡാഷ്ബോർഡ് ടു ചെക്ക് യുവർ DL ഡീറ്റെയിൽസ്, ഓക്കെ അടിക്കുക. നമുക്കിനി ഡാഷ്ബോർഡിലേക്ക് പോകാം. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണാം. അവിടെ ഒരു QR കോഡുണ്ട്. നമുക്ക് പോലീസൊക്കെ കൈ കാണിച്ചു കഴിഞ്ഞാൽ ഈ QR കോഡ് സ്കാൻ ചെയ്യാൻ അവർക്ക് പറ്റും. അല്ലെങ്കിൽ ഇതൊന്ന് കാണിച്ചാൽ മതി. ഇവിടെ താഴെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഇത് വെരിഫൈ ചെയ്യാം. ഇങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് അത്യാവശ്യമൊന്നുമല്ല. നമ്മളിവിടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് കാണിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. പോലീസിന് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ എന്ന് കാണിക്കുമ്പോൾ ഇനി നമുക്ക് ഈ കാർഡ് കൊണ്ട് നടക്കേണ്ട കാര്യമേ ഇല്ല. ഇതിലുള്ള ഈ ഡാഷ്ബോർഡിൽ DL ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫോട്ടോ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ മുകളിൽ ഒന്ന് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാണാം. പോലീസിന് അത് നോക്കിയിട്ട് നമ്മുടെ ലൈസൻസ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി വഴിയാണ് ഈ വെർച്വൽ ഡിജിറ്റലായിട്ടുള്ള ഈ കാർഡ് നമുക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വന്നു കഴിഞ്ഞാലും താഴെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാണാം. ഇനി അവിടെ മുകളിലായിട്ട് RC എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് RC ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് നമുക്ക് മുകളിൽ കാണാം നടുക്കായിട്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ സെർച്ച് കൊടുക്കുന്നിടത്ത് നമ്മുടെ വണ്ടി, അതായത് നമുക്ക് ഏത് വാഹനമാണോ ഉള്ളത്, ബൈക്കുണ്ട്, കാറുണ്ട്, ലോറിയുണ്ട്, ഓട്ടോയുണ്ട്, ഏത് വണ്ടി ഉണ്ടെങ്കിലും ആ വണ്ടിയുടെ എല്ലാം നമുക്ക് ഇങ്ങനെ ഓരോ നമ്പർ ഇത് അടിക്കാം. ആദ്യം നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി, നമുക്ക് ഓരോന്നും ഇതാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾക്കുള്ള, ഞാനിവിടെ ഒരു ബൈക്ക്, എൻ്റെ തന്നെ ഒരു ബൈക്ക്, ഇവിടെ ബൈക്കിൻ്റെ നമ്പർ, വണ്ടിയുടെ നമ്പർ പ്ലേറ്റുള്ള നമ്പർ അവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം സെർച്ച് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതിലൊന്ന് ഓക്കെ കൊടുക്കാം. ജസ്റ്റ് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. വണ്ടിയുടെ ഓണറിൻ്റെ പേര്, റെഗുലേറ്ററി അതോറിറ്റി, വെഹിക്കിളിൻ്റെ ക്ലാസ്, അത് ഏത് വണ്ടിയാണ്, അത് ഇവിടെ നിന്നാണ് നമുക്ക് ഇഷ്യൂ ചെയ്തത്, വണ്ടിയുടെ പ്രായം, വണ്ടി എന്നാണ് എടുത്തത്, എത്ര വർഷം വാലിഡിറ്റി, എല്ലാ കാര്യവും കാണാം. ഇവിടെ താഴെ ആഡ് ടു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് ഫോർ വെർച്വൽ RC എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ RC ഡാഷ്ബോർഡിൽ ഇത് ആഡാവുന്നതാണ്. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത ഡേറ്റ്
ഡേറ്റ് എല്ലാം കാണാം. ചിലപ്പോൾ 5-6 അല്ലെങ്കിൽ 10 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് 15 വർഷമാകുമ്പോൾ പുതുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട, അതിനൊക്കെ നമുക്ക് ഈ വർഷമൊക്കെ നമുക്കവിടെ ഇതിൽ കാണാം. വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വെർച്വൽ RC എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ RC ബുക്കിൻ്റെ നമ്പറുണ്ട്, ഒരു വലിയ നമ്പർ. നമ്മുടെ RC ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിലുള്ള നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് 4 നമ്പർ അവിടെ ഉണ്ടാവില്ല. അത് നമ്മൾ RC ബുക്കിൽ നോക്കി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് ഒറ്റ തവണ മാത്രം ചെയ്താൽ മതി. അത് കഴിയുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഈ ഇതിനകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് RC ബുക്കിലെ അവസാന 4 അക്കം നമ്മളവിടെ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് അതിന് താഴെയായിട്ട് RC ബുക്കിൽ തന്നെ ഉണ്ടാവും എൻജിൻ നമ്പർ. ആ എൻജിൻ നമ്പർ ഇത് അവസാനത്തെ 4 അക്കം നമ്മൾ നോക്കി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻജിൻ നമ്പർ 4 അക്കം, അവസാന 4 അക്കം നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അതിന് താഴെയായിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ് ഒരു ബട്ടൺ കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് ആഡായിട്ടുണ്ട്. ഓക്കെ അടിക്കുക. ഇനി നമുക്ക് ബാക്ക് ബട്ടൺ അടിച്ചിട്ട് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ നമ്മുടെ വണ്ടിയുടെ RC ബുക്ക് ഇവിടെ കാണാം. ഇനി അതിൻ്റെ QR കോഡ് എല്ലാ കാര്യവും കിട്ടിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കിത് കിട്ടിയിട്ടുള്ളതാണ്. വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഫിസിക്കലായിട്ട് RC ബുക്കും വണ്ടിയിൽ പോകുമ്പോൾ പോലീസ് കൈ കാണിച്ചാൽ RC ബുക്കും കൊണ്ട് നടക്കണ്ട, ഡ്രൈവിംഗ് ലൈസൻസും കൊണ്ട് നടക്കണ്ട. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ RC ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ RC ബുക്ക് കാണാം. DL ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണാം. ഈ ഡാഷ്ബോർഡ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും വണ്ടിയുടെ എത്ര വണ്ടി നമ്മൾ ആഡ് ചെയ്യുമോ, ഏതൊക്കെ വാഹനം, അതെല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇവിടെ RC ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരേ ഒരു വണ്ടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെ ചെയ്താലും കാണാം. DL ഡാഷ്ബോർഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണാം. ഇത്തരത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിക്കുക. പോലീസ് ഇനി കൈ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടി വെഹിക്കിൾ ഇൻസ്പെക്ടർ വണ്ടി പരിശോധിക്കുക, RC ബുക്കൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ഇത് കാണിച്ചു കൊടുക്കുക. അവർ ഒന്നും പറയില്ല, ക്ലിയർ ആണെങ്കിൽ നമ്മളെ വിടുന്നതായിരിക്കും. ഒരു പൈസയും ഇനി മുതൽ കൊടുക്കേണ്ടി വരില്ല. ബുക്ക് ഇനി എപ്പോഴും കൊണ്ടു നടക്കേണ്ട, അത് വീട്ടിൽ തന്നെ വച്ചിരിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യുക.